ഇടുക്കി ജില്ലയിലേക്ക് ആദ്യമായി എത്തിയ സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിന് പോരായ്മകളില്ലാതെ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുകയാണ് സംഘാടക സമിതി. മീറ്റിന്റെ ഓർഗനൈസിംഗ് സെക്രട്ടറിയായി ജോയി അടുത്തോട്ടവും കായിക പരിശീലകൻ ഷൈജു ചെറിയാനും ചേരുന്നു. സംസ്ഥാന മലയാളി മാസ്റ്റേഴ്സ് സംസ്ഥാന മീറ്റ് നെടുങ്കണ്ടത്ത് ആരംഭിച്ചിരിക്കുകയാണ്. രാവിലെ 6 മണിക്ക് തന്നെ മത്സരങ്ങളെല്ലാം ആരംഭിച്ചു. ഇതിന്റെ മുഖ്യ സംഘാടകരാണ് എന്നോടൊപ്പം ചേരുന്നത്. ജോയ് സാറാണ്. സാർ, എങ്ങനെ പുരോഗമിക്കുന്ന മത്സരം 2 ദിവസങ്ങളിലായിട്ടാണ് നടക്കുന്നത്? 2 ദിവസങ്ങളിലായിട്ട് നമ്മൾ വളരെ പ്രൗഢമായ ഒരു മീറ്റിലാണ് ഇന്ന് ഇവിടെ നമ്മൾ തുടക്കം കുറിച്ചിരിക്കുന്നത്. സമയബന്ധിതമായിട്ട് ആരംഭിക്കാൻ സാധിച്ചത് തന്നെ വലിയൊരു കാര്യമായിട്ട് കരുതുന്നു. നമ്മുടെ കായിക താരങ്ങളുടെ എല്ലാം ഒരു സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ കായികമേള ജനങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ കേരളത്തിന് വളരെ കൗതുകകരമാർന്ന ഒരു മീറ്റായിട്ടാണ് ഇത് മാറിയിരിക്കുന്നത്. നമ്മുടെ പിറവം മുൻ MLA ഉൾപ്പെടെ ഉള്ള ആൾക്കാരുടെ സാന്നിധ്യം കൊണ്ട് മേള ശ്രദ്ധേയമായിരിക്കുകയാണ്. 70, 75, 80, 85 ഒക്കെ വയസ്സുള്ളവര് ഈ മീറ്റില് ഒരു തലങ്ങൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു സന്തോഷവും ആഹ്ലാദവും. സൂചിപ്പിച്ച പോലെ തന്നെ 35 മുതൽ 70, 75, 80 വയസ്സുള്ളവരാണ്. ഒരു ഇഞ്ചുറി ഒന്നും ഇല്ലാതെ ഈ ഒരു മത്സരം പൂർത്തിയാക്കാൻ നമ്മുടെ സ്റ്റേഡിയം എത്രത്തോളം കരുത്തുന്നുണ്ട്? നമ്മുടെ സ്റ്റേഡിയത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു ഇന്റർനാഷണൽ മത്സരം നടക്കാൻ സജ്ജമായ സ്റ്റേഡിയമാണ്. കായിക താരങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള ഇഞ്ചുറി വരാനുള്ള സാധ്യതയില്ല. സ്റ്റാൻഡേർഡൈസ്ഡ് ഒഫീഷ്യൽസിന്റെ കാര്യത്തിലും ഇതിന്റെ നടത്തും എല്ലാം അത് നമ്മൾ മാക്സിമം ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ എല്ലാ അത്ലറ്റുകളും നല്ല ഫിറ്റാണ്. നമ്മൾ 90 വയസ്സിനെ ഇതിനകത്ത് മാനദണ്ഡം എടുക്കേണ്ട കാര്യമില്ല. എല്ലാ അത്ലറ്റുകളും ചെറിയ കായിക താരങ്ങളെക്കാൾ നല്ല ഫിറ്റ് ബോഡി ആയിട്ടാണ് മത്സരിക്കുന്നത്. അവർ കൂടുതൽ റെക്കോർഡുകൾ ഇടുന്നത് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഇഞ്ചുറി എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് ബോധരേണ്ട കാര്യമില്ല. പിന്നെ നല്ല കാലാവസ്ഥയാണ്. സെൻട്രലൈസ്ഡ് AC ചെയ്യുന്ന പോലെ കായിക താരങ്ങൾ വളരെ സന്തോഷപൂർവ്വം മത്സരങ്ങളിൽ പങ്കെടുക്കുന്നു. ഇതിനെക്കുറിച്ച് ഈ മീറ്റിനെ കുറിച്ച് പറയുമ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട സന്തോഷം എന്ന് പറയുന്നത് ചെറിയ കായിക താരങ്ങൾ ഇത് കണ്ടുപഠിക്കുന്നതാണ്. നമ്മളെ ഏകദേശം ഒരു 40 വയസ്സ് കഴിയുമ്പോഴത്തെ മത്സരങ്ങളിൽ നിന്ന് വിട പറയുമ്പോൾ അവർക്ക് വീണ്ടും അവസരങ്ങൾ ഒരുക്കുന്ന വേദികൾ ഒരുക്കുന്ന അപ്പൊ അങ്ങനെ ഒരു മത്സരങ്ങൾക്ക് അതേ രീതിയിൽ സർക്കാർ നടത്തുന്ന എല്ലാ ഫെസിലിറ്റീസും കൊടുത്തുള്ള മത്സരങ്ങളാണ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ അത് നമ്മുടെ നാട്ടിൽ നടക്കുമ്പോൾ കായിക മേഖലയ്ക്ക് ഒരു പുത്തൻ ഉണർവാണ്. പുതിയ കായിക താരങ്ങൾക്ക് ഒരു അനുഭവമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ തന്നെയാണ് ആദ്യ ദിനത്തിൽ ഈ മത്സരത്തെ ആദ്യ മണിക്കൂറിൽ ഇതിന്റെ മുഖ്യ സംഘാടകർ വിലയിരുത്തുന്നത്. എന്താണെങ്കിലും മത്സരങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ജോബിൻ കോശിക്കൊപ്പം അനീഷ് PA, ഇടുക്കി വിഷൻ ന്യൂസ്.